ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പഴയ പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു വൻപയർ മെഴുക്കുരട്ടിയാണ് കേട്ടോ. മുളകൊക്കെ ഇടിച്ചിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും പയർ ആവശ്യമുണ്ടോ അത്രയും പയർ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുക. അതിന് ശേഷം ഞാനൊരു 1 മണിക്കൂറോളം കുതിർത്തതാണ്. എന്നിട്ട് കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഇടഞ്ഞ് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം പഴയ പോലെ തന്നെ വ്യൂസൊക്കെ കൂടി വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിച്ചേക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പയറൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമുക്കൊരു 2 ഫിസിൽ വരെ ആവുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാവേ. ഇതിപ്പം ഞാൻ 1 മണിക്കൂറോളം പയർ കുതിർത്തതായതുകൊണ്ടാണ് 2 ഫിസിലിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. നമ്മളിപ്പം പയർ വേകുന്നതും വേകാത്തതും ഒക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക്, വറ്റൽമുളകില്ലേ, അതുമാണ് കേട്ടോ. ഞാൻ ഒരു 3-4 പീസ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 ചുവന്നുള്ളി, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, ഇത്രയും എടുത്തൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയി. അമ്മ വരുന്നതിന് മുന്നേ കടുകൊക്കെ ഇട്ട് നമുക്ക് പയർ അതിലേക്ക് ഇടാം. ഇല്ല, എൻ്റെ പെടലിക്ക് അടി കിട്ടും കേട്ടോ. ചുമ്മാ ഇറങ്ങാൻ അടിയൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അതാണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകും ഇട്ട് കൊടുത്തു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്നുള്ളി നമ്മൾ ഈ ഇടിച്ച് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇപ്പം തന്നെ നല്ല ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അടിപൊളി ഒരു മണമാണ്. ഈ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ചോറ്, നല്ല ചൂട് ചോറ് കഴിക്കാനായിട്ട് തോന്നുവേ. നല്ല അടിപൊളി മണമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മുളകിൻ്റെയൊക്കെ ആ പച്ചമണവും വെളുത്തുള്ളിയുടെ പച്ചമണവും ഒക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ് കേട്ടോ. 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കുറച്ച് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് അങ്ങോട്ട് ചുമന്ന് വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ട് കൊടുക്കാം. പയർ വേവിക്കുമ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേവാനായിട്ട് താമസമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ ഉപ്പിട്ടല്ല കേട്ടോ വേവിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ചിലപ്പോൾ ഉപ്പിട്ട് വേവിക്കുന്നവരൊക്കെ കാണും. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്തു പറഞ്ഞതേ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോഴാണ് ഈ സമയമാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കട്ടയുണ്ടായിരുന്നു ഉപ്പിൻ്റെ, അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വൻപയർ മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമേ. എന്നിട്ട് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് വരാനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഇതും മീൻ വറുത്തതും മോരുകറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ണാനും ഒരു മടിയും കാണത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഡെയിലി വെക്കുന്ന കറികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വെക്കണ്ടേ. അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊക്കെ ഡെയിലി തോരനൊക്കെ ആയിരിക്കുമല്ലേ വൻപയർ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.